നമ്മൾ കണ്ടൽക്കാടിന് അകത്തേക്കുള്ള കാഴ്ചകൾ കാണാനായിട്ട് പോവുകയാണ്. നമ്മൾ കണ്ടൽക്കാടിന് അടുത്തോട്ട് വരുന്തോറും കായലിൻ്റെ പച്ചപ്പ് വളരെ കൂടിക്കൂടി വരുന്നതായിട്ടൊരു ഫീലാവും. അതുമാത്രമല്ല, അന്തരീക്ഷത്തിൽ ആ ചൂട് കുറഞ്ഞ് വരുന്നത് നമുക്ക് നല്ലോണം ഫീൽ ചെയ്യും. അപ്പം നമ്മുടെ ബോട്ടിലെ ചേട്ടനാണെങ്കിൽ കണ്ടൽക്കാടിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇതിൻ്റെ കായ എന്ന് പറയുമ്പോൾ നമ്മൾ ആപ്പിളിൻ്റെ വലിപ്പമുള്ളൊരു കായ ആയിരിക്കും. അത് കഴിക്കാനൊക്കെ സാധിക്കുമെന്നാണ് പുള്ളി പറയുന്നത്. അതേ കണക്ക് തന്നെ ഇത് വരുന്നത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു നിർമ്മിതി കണ്ടോ ആ കമ്പനി, അതായത് ഈ കായലിൻ്റെ നടുവിലൊരു റെസ്റ്റോറൻറ്റ് ചെയ്യാനായിട്ട് ഉള്ള പദ്ധതിയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കണ്ടൽ ചെടികൾ വച്ച് പിടിപ്പിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ പക്ഷേ അതിന് പാരിസ്ഥിതിക അനുമതി ലഭിക്കാഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് നടക്കാഞ്ഞ പോയത്. പക്ഷേ അന്ന് വച്ച കണ്ടൽ ചെടികളാണ് പിന്നെ അത് കൂടുതലായി ഇത് ഇത്രയും വലിയതായിട്ട് മാറിയിരിക്കുന്നത്. ഇപ്പം ഇവിടെ കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയിൽ നിന്നല്ല, കേരളത്തിൽ തന്നെ ഇത്രയും ഈ ഒരു ഇതിൽ വച്ച് പിടിപ്പിച്ച കണ്ടൽ ചെടി വേറെ എവിടെ ഇല്ലെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ മുരിങ്ങക്ക പോലെ നിൽക്കുന്ന സാധനമാണ് അതിൻ്റെ വിത്ത് എന്ന് പറയുന്നത്. വിത്ത് സ്വയം നമ്മൾ പിച്ച് വെച്ചാലൊന്നും വരത്തില്ല. ഈ സ്വയം ഇതിനകത്തുനിന്ന് ചെടിയിൽ നിന്ന് തന്നെ പൊട്ടി വീണ് കായലിൻ്റെ ആ മണ്ണ് ഉപ്പുരസം ഉള്ള മണ്ണിലോട്ട് കുത്തി വന്ന് വീണാൽ മാത്രമേ അത് കിളിച്ച് വരുത്തുള്ളതാണ് ഈ നമ്മുടെ ഗൈഡ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അതിൻ്റെ എത്രത്തോളം അതിൻ്റെ ഡീറ്റെയിൽ ശാസ്ത്രീയ വശങ്ങൾ നമുക്കറിയാൻ ഇനി കണ്ടൽക്കാടിനകത്തേക്ക് കയറുകയാണ്. അതിനായിട്ട് ബോട്ടിൻ്റെ മുകളിലത്തെ ടോപ്പ് നമ്മൾ മടക്കി വെച്ച് ഇപ്പോൾ നമ്മൾ കാണാം ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ഭാഗം വളരെ ഒരു ശിഖരം ഉണങ്ങി നിൽക്കുന്നത് കാണാം. അപ്പോൾ അത് ആരെങ്കിലും ഒടിച്ചതാണോ ചോദിച്ചപ്പോൾ അത് ഒടിച്ചതല്ല, വേറെ എങ്ങനെയോ ഉണങ്ങിയാണെന്നാണ് പുള്ളി പറയുന്നത്. അപ്പം പുള്ളിക്ക് അറിയത്തില്ല അതിൻ്റെ ഡീറ്റെയിൽ. അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞത് ഇത് ഒടിക്കുന്നത് ശിക്ഷാർഹമാണ്, ജാമ്യമില്ലാത്ത കുറ്റമാണെന്നാണ് പറയുന്നത്. അത്ര സംരക്ഷണ വനത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ സംരക്ഷണ ഇനത്തിൽപ്പെടുന്നതാണ് കണ്ടൽ ചെടികൾ. അപ്പോൾ അതുകൊണ്ട് നശിപ്പിക്കാൻ പാടില്ല. നമ്മൾ ഈ തണുപ്പ് നമ്മളിങ്ങനെ AC ഓണാക്കി ഇങ്ങനെ തണുത്ത് വരത്തില്ല, അതേ ഒരു ഫീലാണ് ഈ കണ്ടൽക്കാടിനകത്തോട്ട് കയറുന്നത്. നമുക്ക് നട്ടുച്ചയ്ക്കാണ് ഇത് സംഭവം. നട്ടുച്ചയ്ക്ക് ഒരു 12 മണി 12:30ക്കാണ് നമ്മൾ ഈ ഇതിനകത്തോട്ട് കയറുന്നത്. ആ സമയത്ത് നമുക്കിങ്ങനെ തണുപ്പ് ഇങ്ങനെ ഫീലായി വരും. അപ്പം ഈ നിൽക്കുന്ന ഇതിൻ്റെ കണ്ടലിൻ്റെ കമ്പുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ആ ഒരു ബോട്ടിൻ്റെ ടോപ്പ് മടക്കി വെച്ചത്. കവറിങ് മടക്കി വെച്ച് നമുക്ക് ഇതിനകത്ത് നല്ല ഫീലാണ് കേട്ടോ. നല്ല തണുപ്പും അതിൻ്റെ കാഴ്ചകളും. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ നിൽപ്പുണ്ട്. ഇലക്ട്രിക് പോസ്റ്റുകൾ നമുക്ക് പറയാൻ പറ്റില്ല, വൈദ്യുതി ലഭിച്ചിട്ടില്ല. അന്ന് ആ കമ്പനിക്ക് വേണ്ടി അവർ സ്ഥാപിച്ച ആ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കയാക്കിങ് ടീമുകളൊക്കെ ഇങ്ങോട്ട് നടന്ന് വരുന്നുണ്ട്. പലരും കയാക്കിങ് ചെയ്ത് കൊഴിഞ്ഞൊക്കെയാണ് വരുന്നത്. ഈ നട്ടുച്ചയ്ക്കൊക്കെ കയാക്കിങ്ങിന് ഇറങ്ങിയ സത്യം പറഞ്ഞാൽ ക്ഷീണിച്ച് ഊപ്പാട് വരും. അല്ലെങ്കിൽ തന്നെ കയാക്കിങ് നല്ല ആയാസപരമായിട്ടുള്ള നീന്തൽ പോലെ തന്നെ നല്ല ആയാസമുള്ള, ശരീരം ഫുള്ള് ഇളവുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഈ ഉച്ചക്കെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ചൂടും വെയിലും കൂടെ ആകുമ്പോഴത്തേക്ക് ഭയങ്കരമായ ഒരു എഫക്റ്റ് ആയിരിക്കും. അപ്പം ഈ വന്ന ടീമുകൾ ഒതുക്കി നിർത്തിയേക്കാണ്. എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ബാക്കി അവരെ കൂടെയുള്ള ബാക്കി ആൾക്കാരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കാം. കണ്ടൽ ചെടികളെല്ലാം ഇങ്ങനെ നല്ല, പക്ഷേ വള്ളത്തിനാണ് ഇതിനകത്തൂടെ പോകാൻ കുറച്ചുകൂടെ ഫീലാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വിദേശികളല്ല, ആഭ്യന്തര ടൂറിസ്റ്റുകൾ തന്നെയാണ് ഉള്ളത്. ഡൽഹിക്കാരങ്ങനാണെന്ന് തോന്നുന്നു മറ്റേ കയാക്കിങ് ഇരിക്കുന്നത്. നമ്മൾ ഈ ഒരു പോർഷനകത്തുകൂടെ കയറി പാട്ടക്കായലിനകത്ത് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇതേ കണക്കൊരു ഫീലാണ് പൂവാർ ഐലൻഡിലും ഉള്ളത് കേട്ടോ. പക്ഷെ പൂവാർ ഐലൻഡിൽ ഇത്ര വിസ്തൃതിയായിട്ട് കിടക്കുകയല്ല. ബാക്കി കയാക്കിങ്ങിനുള്ള ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ 1 2 3 4 5 പല ബോട്ട് ക്ലബ്ബുകളിൽ നിന്നായി 500ഓളം കയാക്കിങ് വള്ളങ്ങളാണ് ഒരു സമയത്ത് ഇറങ്ങുന്നതെന്ന് പറയപ്പെടുന്നു. ഇപ്പം ഞാനിത് പറഞ്ഞത് അവിടുത്തെ നമ്മൾ മനോരമയിലോ ഒന്ന് ലേഖനത്തിൻ്റെ അവസ്ഥയൊക്കെയാണ് പറഞ്ഞത്. അതിനകത്ത് പറഞ്ഞേക്കുന്നത് ഒരു സമയത്ത് 500 പേരോളം ഉണ്ടെന്ന്, 500 കയാക്കിങ് ബോട്ടുകൾ വരുമെന്നാണ്. ഇപ്പം നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ 2 പേര് ഇതിന് തുഴഞ്ഞുകൊണ്ട്, എനിക്ക് അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കാം. പിന്നെ ഈ കയാക്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തീരം ചേർന്ന് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എപ്പോഴും നല്ലത് മീൻസ് നമുക്ക് കൂടുതൽ ഇതിന് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമ്മൾ തീരം ചേർന്ന് പോകുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ ആയാസം വരത്തില്ലെന്നാണ് പറയപ്പെടുന്നത്. നേരെ മറിച്ച് നമ്മൾ ഈ സെൻട്രലോട്ട് കയറുന്നതനുസരിച്ച് നമുക്ക് ആയാസം കൂടിക്കൊണ്ടിരിക്കും എന്നാണ് ഇതിൻ്റെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത്. അപ്പം നമുക്ക് കാണാൻ കഴിയും കയാക്കിൽ നമ്മൾ വെളിയിലോട്ടിറങ്ങിയാൽ നമുക്ക് വെയിലടിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് തണുത്ത അന്തരീക്ഷമാണ്.
ഒരു തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നൊരു ഫീലാണ് വരുന്നത്. അങ്ങനെ സൈഡിലൊക്കെ കയക്കി. പിന്നെ പോസ്റ്റ് ഇവിടെ 2-3 സ്ഥലത്ത് പോസ്റ്റ് നിൽപ്പുണ്ട്. ഞാൻ കണ്ടതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇട സൈഡിൽ ഒരു പോസ്റ്റ് നിൽക്കുന്നത് ഒന്ന് ആലോചിച്ചിരിക്കണം. ഇതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ ആൾക്കാർ വച്ച് ആൾക്കാരല്ല, ഒരു കമ്പനി ഇവിടെ ഒരു ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റ് ചെയ്യാൻ വേണ്ടി വന്ന് അവർ ചെയ്തതാണ്. പക്ഷേ അവർ പോലും വിചാരിച്ച് കാണത്തില്ല ഇത് ഇത്രയും വലിയ ഒരു സാധ്യതയുള്ള മേഖലയായി മാറും, അല്ലെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ഇത്ര മഹത്തായ ഒരു പരിപാടിയായിട്ട് മാറുമെന്ന് അവർ പോലും ചിലപ്പോൾ വിചാരിച്ച് കാണത്തില്ല. നമ്മളെപ്പോഴും പ്രകൃതിയോടൊപ്പം ഇണങ്ങി പ്രകൃതിയെ സ്നേഹിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു വരും തലമുറയ്ക്ക് പോലും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. പിന്നെ മാറ്റം അനിവാര്യമാണല്ലോ. അടുത്ത കയാക്കിങ് ടീം ഇത് വരുന്നുണ്ട് കേട്ടോ. അടുത്ത കയാക്കിങ് ടീം നടന്നു വരുന്നുണ്ടെന്ന് വള്ളത്തിൽ വരുന്നുണ്ട്. അവരും എനിക്ക് തോന്നുന്നു ഈ കണ്ടൽക്കാടിനകത്ത് കയറി റെസ്റ്റ് എടുക്കുകയാണെന്ന്. ഈ വെളിയിൽ വെയിലത്ത് തുഴഞ്ഞൊരു പരുവായിട്ട് വരുന്നവരെല്ലാം ഇതിനകത്ത് കയറി റെസ്റ്റ് എടുക്കുകയാണ്. അവരവിടെ ഒതുക്കി ഇങ്ങനെ നിർത്തിയേക്കുകയാണ്. ഒതുക്കി നിർത്തിയ അത് കയാക്കിങ് അല്ല കേട്ടോ, അത് നമ്മളെ കൺട്രി ബോട്ടാണ്. കൺട്രി ബോട്ടിങ്ങിന് വന്നവരാണ്. അപ്പം അത് കൂടുതൽ ആസ്വദം. ഇപ്പോൾ വളരെ പതുക്കെ നമ്മൾ പോകുന്നതിൻ്റെ 4 സ്പീഡിലാണ് അത് പോകുന്നത്. അപ്പോൾ ഇതിനകത്തൂടെ പോകുമ്പോൾ നല്ല ഫീൽ ചെയ്യും. പക്ഷേ വെയിലത്ത് ആണ് കയറുന്നതെങ്കിൽ നമുക്ക് ഇതിന് വെളിയിൽ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കരമായ ചൂടായിരിക്കും. പക്ഷേ ഇതിനകത്ത് കാണാനൊക്കെ ഇതിനകത്തിരുന്ന് പോകുന്ന നല്ല രസമാണ്. കാരണം ഇങ്ങനെ തുറന്ന് മുകളിലത്തെ കാഴ്ചകളും ഒക്കെ കണ്ട് പതുക്കെ തുഴഞ്ഞു പോകാനായിട്ട്. ഈ സൈഡിൽ ആഴം കുറവാണെന്ന് തോന്നുന്നു. നമ്മൾ ഊന്നി ഇറങ്ങുന്നതാണ് പറയാം, ആഴം കുറവാണ്. ഇതാണ് നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ കേട്ടോ. അവിടുത്തെ നമ്മളെ ബോട്ട് ക്ലബ്ബിലെ മെയിൻ ഇൻസ്ട്രക്ടർ കൂടിയാണ് പുള്ളി. നമ്മുടെ ബാക്കിൽ വേറെ കയാക്കിങ് ടീമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ മുന്നേ കയറി പോകാൻ പറ്റില്ല. കാരണം അവർ പോകുന്നതിന് അവരുടെ സ്പീഡിന് ആ ലെവലിലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പതുക്കെ പോകുന്നത്. ഇത് കൂടുതലും ഇത് കാണാനും ഇവിടുത്തെ കാഴ്ചകൾ കാണാനും ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനും വരുന്നതെല്ലാം പുറത്തുനിന്നുള്ളവരാണ്. എനിക്ക് നമ്മളെ കൊല്ലംകാർക്കും ഒന്നും ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. കൂടുതലും വരുന്നത് കോട്ടയം അല്ലെങ്കിൽ ട്രിവാൻഡ്രം സൈഡിൽ നിന്ന്. ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നത് ടെക്നോ പാർക്കിലെ ആൾക്കാരാണ് കൂടുതൽ. ടെക്കീസ് അവരെ തിരുവനന്തപുരത്തുകാരെന്ന് പറയാൻ പറ്റത്തില്ല, തിരുവനന്തപുരത്താണ് അവർ വരുന്നതെങ്കിലും പല സ്ഥലങ്ങളിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ വന്ന് ജോലി ചെയ്യുന്നവരാണ് അവർ. അപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ടൽക്കാടിനകത്തുനിന്ന് വെളിയിലോട്ട് കായലിലോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അടുത്ത പോയിന്റിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ വെളിയിലോട്ട് വരുമ്പോഴത്തേക്ക് വേറെയും ഒരുപാട് വള്ളക്കാരുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 5ഓളം വള്ളം ഇവിടെ തന്നെ ഉണ്ട്. അത് ഞാൻ ഈ പറഞ്ഞില്ലേ വെയിലായിരിക്കും. അപ്പോൾ 1-2 യാത്രക്കാർക്ക് അതിനകത്ത് കുടയൊക്കെ ഉണ്ട്. ബാക്കിയുള്ളവർക്ക് വെയിൽ കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ വേറെ കാര്യം, ഈ കാഴ്ചയൊക്കെ ആസ്വദിച്ചിരിക്കുമ്പം വെയിലിൻ്റെ കാഠിന്യം നമ്മളങ്ങ് മറക്കും കേട്ടോ. അവിടെ നമ്മൾ നേരെ ഇറങ്ങി അതിൻ്റെ കായലിൻ്റെ സൈഡിലുണ്ട്. ഈ വെളിയിൽ നിന്നൊക്കെ കാണാൻ തന്നെ ഭയങ്കര രസം കേട്ടോ. ഭയങ്കര രസമെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു വേലി കെട്ടി വെച്ചേക്കുന്നതാണ്. കണ്ടൽ കാണുന്നില്ല, കണ്ടൽ വേലി നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പം ഒരു 1.5 മാസം മുന്നേ ഇവിടെ വിജയ് ദേവരകൊണ്ടയുടെ സിനിമയിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ലൊക്കേഷനിൽ വെച്ചായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിൽ മാസത്തിലൊരിക്കൽ മാത്രമാണ് വിളക്കെത്തിപ്പുള്ളതെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഒരു കായലിൻ്റെ ചുറ്റുമുള്ളതാണ്. അത് പണ്ട് ഇത് കരയായിരുന്നിരിക്കാം, അങ്ങനെ ആയിരിക്കുമല്ലോ ഇവിടെ അമ്പലം രൂപപ്പെട്ടതും വിളക്കൊക്കെ ഉണ്ടായിരുന്നു. വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂമി തന്നെ വെള്ളത്തിന് അടിമലാവുമെന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ആയിരിക്കാം. ഇപ്പോഴും നമ്മൾ അങ്ങോട്ട് കടൽക്കാടിനകത്തോട്ട് കയറിയപ്പോൾ ഉള്ള അതേ കണക്കൊരു ഫീലാണ്. ഇപ്പോഴും നല്ല ഓളവും അതേ കണക്ക് തന്നെ വേലിയേറ്റ് അതിൻ്റെ ജലത്തിൽ ഭയങ്കര വെള്ളം, ഭയങ്കരമായിട്ടുള്ള ഒഴുക്കുണ്ട് കേട്ടോ. ഭയങ്കര ഒഴുക്കുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ആഴമുള്ള സ്ഥലമാണ്. പിന്നെ ഇത് കയറുമ്പോൾ തന്നെ ഒരു ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടാണ് ആളെ കയറ്റുന്നത്.